തിരുമല മങ്കാട്ടൂരിന് സമീപമായിട്ട് ഫുൾ പണിയും തീർത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. 5 സെന്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. വീടിനകത്ത് വരുന്ന സകല പണിയും ചെയ്തിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ടെറസ് ഒക്കെ മുഴുവനും ഗ്രില്ലൊക്കെ ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുമുണ്ട്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു ലൊക്കേഷൻ ഡിസ്റ്റൻസ് ആണ് ഈ വീടിന് വരുന്നത്. തിരുമലയ്ക്ക് സമീപം മങ്കാടോ പാലത്തിനടുത്ത് നിന്ന് 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മാറി വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഫുൾ വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണിയെഴുപ്പിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനം തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. ഇനി നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കടക്കാം. വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ തന്നെ ഹോം ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന്റെ മുറ്റം മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പോളിക്യാബിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാർ പാർക്കിന്റെ ഏരിയയിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെരുപ്പും ഷൂസും ഒക്കെ തന്നെ അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്രൊവിഷനും കൂടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് കടക്കാം. 12x6 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. വോൾട്ടൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കവേർഡ് ഏരിയ തന്നെയാണ് സിറ്റ് ഔട്ടായിട്ട് നൽകിയിട്ടുള്ളത്. ഗ്രില്ലൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലീവിംഗ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 16x12 ആണ് ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. ലീവിംഗ് ഏരിയക്ക് ഷൂട്ട് ആവുന്ന ഒരു TV യൂണിറ്റും അവിടെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എല്ലാ വിൻഡോസിലും തന്നെ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്. GMന്റെ സ്വിച്ചസ് തന്നെയാണ് വീടിന് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുൻപേ തന്നെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വാളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്ന പാർട്ടീഷൻ മുഴുവനും ഡെക്കറേറ്റഡ് പ്ലാന്റ്സും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. 12x12 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് വരുന്ന വിൻഡോ മുഴുവനും കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷിംഗ് ഏരിയ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷിംഗ് ഏരിയയിൽ വന്നിട്ടുള്ളത്. ഒരു ടച്ച് സെൻസ് മിറർ തന്നെയാണ് വാഷിംഗ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വാഷിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ കിച്ചൺ. 10x8 ആണ് കിച്ചന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 3 BHK ആണ്. അതിൽ 2 ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. വാൾ റൂഫ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിലും കർട്ടൻസ് യൂസ് ചെയ്തിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത്. വാൾ റൂഫ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കിൽ ചെയ്തിട്ടുള്ളത്. മുന്നേ കണ്ട ബെഡ്റൂമിലുള്ളത് പോലെ തന്നെ കർട്ടൻസ് ഒക്കെ ഡോറിലും വിൻഡോസിലും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാനുള്ള സ്റ്റെയറിന്റെ ഹാൻഡിൽസ് മുഴുവനും ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ ടോപ്പ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ആണ് ഫോൾ സീലിംഗിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫർഗോള മോഡൽ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് പ്രകാശവും അതുപോലെ തന്നെ കാറ്റും പ്രവേശിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല. സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു വിശാലമേറിയ ഹാള് നൽകിയിട്ടുണ്ട്. 18x16 ആണ് ഹാളിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു TV യൂണിറ്റും നമുക്ക് ഈ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിച്ചതുപോലെ തന്നെ വീടിന്റെ വിൻഡോസ് മുഴുവനും കർട്ടൻസ് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഒരു കബോർഡൊക്കെ ഉൾപ്പെടെ വരുന്ന ഒരു വർക്ക് സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. വാൾ റൂഫ്സ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയത് കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 12x10 ആണ് ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ഹാൻഡിൽസ് പോലെ നൽകിയിട്ടുണ്ട്. സ്റ്റീലിന്റെ ഫ്രെയിമിൽ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്.
ഫാൻസി ലൈറ്റ്, ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ബോക്സ് മോൾ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ബാൽക്കണിയിൽ വന്നിട്ടുമുണ്ട്. ബാൽക്കണിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ഓപ്പൺ സ്പേസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് പോളിക്യാബ് റൂഫൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കവേർഡ് ഓപ്പൺ സ്പേസ് തന്നെയാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് ഓപ്പൺ സ്പേസ് കവർ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നനക്കല്ലെല്ലാം ഈ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എക്സ്റ്റീരിയറിൽ നിന്ന് നേരത്തെ കണ്ട ഗ്രില്ലിട്ട് കവർ ചെയ്ത ടെറസിലോട്ടാണ് ഈ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെറസ് മുഴുവനായിട്ട് ഗ്രില്ലിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ റൂഫ് ഷീറ്റ് എല്ലാം ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം മനോഹരമായ സൗകര്യപ്രദമായ ഒരു വീട് തന്നെയാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 77 ലക്ഷമാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്.